നമസ്കാരം. നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ മുകേഷ് എം.എൽ.എയുടെ രാഷ്ട്രീയ സിനിമാ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുകയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI ഇതിനകം തന്നെ പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. മുകേഷ് സ്ഥാനം രാജിവെക്കണമെന്ന് അജിതയും ആവശ്യപ്പെട്ടു. CPI നേതാവ് ആനി രാജയും മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതോടെ മുകേഷ് ആകെ വെട്ടിലാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ 100 സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കിയതിന് ശേഷം ആ പ്രസ്താവന ഒപ്പിട്ടവരുമുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ CPM-ഉം മുകേഷിനെതിരായ നിലപാട് ശക്തമാക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടെന്നായിരുന്നു CPM-ന്റെ നിലപാട്. എന്നാൽ CPM-നുള്ളിൽ നിന്നും മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പീഡനാരോപണം ഉയർന്നപ്പോൾ തന്നെ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് പാർട്ടി മുകേഷിന് വ്യക്തമായ സൂചനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ കേസെടുത്താൽ MLA സ്ഥാനം രാജിവെക്കേണ്ടി വരുമെന്നും സൂചനകൾ നൽകിയിരുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിനാൽ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ CPM തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടായേക്കുമോ എന്ന് ആശങ്കയുമുണ്ട്. അതിനിടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുകേഷ് പ്രതികരിക്കുമെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം പ്രതികരിക്കുന്ന കാര്യം മുകേഷ് സുഹൃത്തുക്കളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മുകേഷിനെ സഹായിക്കുന്ന തരത്തിലോ ന്യായീകരിക്കുന്ന തരത്തിലോ ഒരു ഇടപെടലും ഉണ്ടാവരുതെന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു. പ്രത്യേകിച്ചും BJP-യും UDF-ഉം മുകേഷിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സ്ഥിതിക്ക് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിന് മുമ്പ് തന്നെ മുകേഷിനെതിരെ CPM-ൽ അമർഷം ശക്തമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീരെ മോശമാണെന്നതായിരുന്നു പ്രധാന വിമർശനം. മുകേഷ് CPM അംഗമല്ല, അതിനാൽ ആ നിലയിൽ പാർട്ടിക്ക് തിരുത്താനും കഴിഞ്ഞിരുന്നില്ല. 2016 തെരഞ്ഞെടുപ്പിൽ ഇടത് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചാണ് മുകേഷ് ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുകയായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MK പ്രേമചന്ദ്രനെതിരെ മത്സരിച്ചെങ്കിലും വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുകയായിരുന്നു. MK പ്രേമചന്ദ്രനെതിരെ ഒരു നിലയിലും യോജിച്ച സ്ഥാനാർത്ഥിയല്ല മുകേഷ് എന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ തന്നെ വിമർശനം ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇത് കാര്യമാക്കാതെ ഇടത് നേതൃത്വം മുകേഷിനെ മാറ്റാനും തയ്യാറായില്ല. ഫലം വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ വിജയിക്കുകയുമായിരുന്നു. മുകേഷിനെതിരെയുള്ള വികാരം ഭൂരിപക്ഷം കൂട്ടാൻ ഇടയാക്കിയെന്ന് പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പോലും വിമർശനം ഉയർന്നിരുന്നു. മുകേഷിന്റെ മുൻ ഭാര്യ സരിതയുടെ അഭിമുഖത്തിൽ ഗർഭിണിയായിരിക്കുന്ന വേളയിൽ പോലും അദ്ദേഹത്തിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരുന്ന ക്രൂര പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. പീഡനങ്ങളെല്ലാം അവർ എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. മുകേഷിന്റെ അച്ഛൻ മാധവൻ പറഞ്ഞതുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നതെന്നും സരിത പറയുന്നുണ്ട്. ഇതും സോഷ്യൽ മീഡിയയിൽ മുകേഷിനെതിരെ എതിരാളികൾ ആയുധമാക്കുന്നുണ്ട്.